ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇത് മോട്ടോ ട്രെൻഡ്സ് എന്ന് പറഞ്ഞൊരു പേജിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. നിങ്ങളൊരു സ്പോർട്സ് ബൈക്ക് യൂസ് ചെയ്യുന്ന ആളാണ്, ഇതുവരെ നിങ്ങൾ ഈ കാണുന്ന പോലത്തെ ഒരു ടാങ്ക് ഗ്രിപ്പ് നിങ്ങളുടെ ബൈക്ക് സെറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കുക. നിങ്ങളുടെ ബൈക്ക് ഏത് തന്നെ ആയിക്കോട്ടെ, എനി കാറ്റഗറി ഓഫ് സ്പോർട്സ് ബൈക്ക് ആയിക്കോട്ടെ, സ്റ്റിൽ ഇതുപോലൊരു ടാങ്ക് ഗ്രിപ്പിനെ കുറിച്ച് നിങ്ങൾ എന്തായാലും കൺസിഡർ ചെയ്യണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബൈക്കിൻ്റെ എക്കണോമിക്സ് അനുസരിച്ച് നമ്മൾ മിക്കവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, ഈ ഒരു ഹാൻഡിലോട്ടാണ് നമ്മൾ കൂടുതൽ വെയിറ്റ് കൊടുക്കുന്നത്. നമ്മൾ കൈ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് നമ്മൾ ഈ ഹാൻഡിലോട്ട് കൂടുതൽ വെയിറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഇതുപോലുള്ളൊരു സ്പോർട്സ് ബൈക്കിൽ അങ്ങനെയല്ല ഇരിക്കാനുള്ളത്. നമ്മൾ ഈ ഒരു ടാങ്കിൽ നമ്മുടെ കാല് വെച്ച് ഗ്രിപ്പ് ചെയ്ത്, നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പോലെ നമ്മുടെ കാല് വെച്ച് ഗ്രിപ്പ് ചെയ്ത്, നമ്മുടെ ഇങ്ങനെ കാല് വെച്ച് ഗ്രിപ്പ് ചെയ്ത് വേണം ഇരിക്കാൻ. നമ്മുടെ കാല് കൊണ്ട് ടാങ്കിൽ ഹഗ് ചെയ്ത് ഗ്രിപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഹാൻഡിൽ ബാർ യൂസ് ചെയ്യേണ്ടത് ജസ്റ്റ് ഈ ഒരു ബൈക്ക് സ്റ്റിയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നമ്മൾ ആ ഒരു ടൈപ്പ് ഓഫ് റൈഡിങ് നമ്മളൊന്ന് ശീലിച്ചെടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ വേറെ ലെവലാണ്. ഇത് നമുക്ക് ഒറ്റയടിക്ക് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു രീതിയിലോട്ട് മാറാൻ പറ്റില്ല. നമ്മൾ പയ്യെ ഓരോ രീതിയിൽ ചെയ്ത് നോക്കി നമ്മളുടെ ഒരു കറക്റ്റ് പോയിന്റ് ഓഫ് കംഫർട്ട് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. പക്ഷേ ഇങ്ങനെ ഒരു ഗ്രിപ്പ് സെറ്റ് ചെയ്ത് ഞാൻ ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ബൈക്ക് ഓടിക്കാൻ തന്നെ നമ്മുടെ റൈഡിങ് സ്റ്റൈൽ തന്നെ മാറിപ്പോവും. കാണാൻ ഇത്രയുള്ളൊരു ചെറിയ കുഞ്ഞ് അപ്ഡേറ്റ് ആണെങ്കിൽ പോലും ഇത് നമ്മുടെ റൈഡിങ്ങിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും. സോ എല്ലാവരും ഇതുപോലൊരു ടാങ്ക് ഗ്രിപ്പ് നിങ്ങളുടെ ബൈക്ക് സെറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ R15 വേണ്ടി ഇറങ്ങിയിട്ടുള്ളൊരു ടാങ്ക് ഗ്രിപ്പല്ല, ഇതൊരു യൂണിവേഴ്സൽ ടാങ്ക് ഗ്രിപ്പാണ്. ഇത് ഞാൻ വാങ്ങിച്ചത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇത് മോട്ടോ ട്രെൻഡ്സ് എന്ന് പറഞ്ഞൊരു പേജിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്.